ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിപ്പോൾ ഗുഡിവാഡ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വ്ളോഗിന് മുന്നേ നമ്മളൊരു വ്ളോഗ് ചെയ്ത സമയത്ത് ഒരു കമൻറ്റ് വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു അതെ ഒരു ഈവനിങ് വ്ളോഗ് ചെയ്ത സമയത്ത് അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഗുഡിവാഡ മാർക്കറ്റ് ഒന്ന് കാണിച്ചു തരാമോ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും നമ്മളത് ഇന്ന് നമുക്കൊരു പറ്റിയ ദിവസമായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് 2 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വേറെ ആരുമല്ല, അച്ഛൻ്റെ കസിൻ ബ്രദറാണ്. അതായത് എൻ്റെ വല്യച്ഛനും വല്യമ്മയാണ് വന്നിരിക്കുന്നത്. ഗുഡിവാഡ കാണാൻ ഞങ്ങൾ ഇനി ഒരു മാസം 2 മാസം കൂടെ ഗുഡിവാഡയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കേരളത്തിലോട്ട് വരുന്നതിന് മുമ്പ് അവരിവിടെ ഒന്ന് ഇവിടെ ആന്ധ്രയിൽ ഗുഡിവാഡയിൽ വന്ന് ഞങ്ങൾ കൂടെ ഒരു 3-4 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഗുഡിവാഡ മാർക്കറ്റും വിജയവാഡയൊക്കെ കണ്ടിട്ട് പോകാമെന്നുള്ള ഒരു പ്രോഗ്രാമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം അല്ലേ? അതെ. ഇദ്ദേഹമാണ് നമ്മുടെ കൂടെ വരുന്ന എൻ്റെ ചേട്ടൻ. ഞാൻ നമ്മുടെ വീഡിയോയിൽ ഒരു പ്രാവശ്യം മുഖം കാണിച്ചിട്ടുണ്ട് ചേട്ടൻ, ഓർമ്മയുണ്ടോ? നമ്മുടെ ഒരു ശബരിമല വീഡിയോ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിൽ വീട്ടിൽ നിന്ന് നടന്നു പോയിട്ട് കംപ്ലീറ്റ് ശബരിമല വരെ നടന്നുപോയി. അപ്പോൾ ചേട്ടനും ചേച്ചിയാണ് ഇന്ന് നമ്മളുടെ കൂടെ മാർക്കറ്റ് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ആ ശബരിമല വീഡിയോ എടുത്ത് നോക്കിയാൽ ഒരു ചെറിയൊരു മുഖം നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു ഹായ് പറ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് പറ. അങ്ങനെ നമ്മൾ നടന്ന് മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഷോള് കട കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഷോള് കടയിലോട്ടൊന്ന് കയറി. അവിടെ പല നിറത്തിലുള്ള പല വെറൈറ്റിയിലുള്ള ഷോളുകൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ആകർഷിതമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആകെ 50 രൂപയുള്ളൂ ഒരു ഷോളിന്. അപ്പോൾ വല്യമ്മയ്ക്ക് എന്നാലും ഒരു ഷോൾ എടുക്കാമെന്ന് തന്നെ അങ്ങ് തീരുമാനിച്ചു. ഒരു നീല നിറത്തിലുള്ള ഷോള് വാങ്ങുകയും ചെയ്തു. ഒരുപാട് നിറത്തിലുള്ള കളറിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള കുർത്തീസൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്കത് വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ല. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ അവിടെ ഒരു കുപ്പിവള കട കണ്ടത്. അപ്പോൾ വല്യമ്മയുടെ മോൾക്കാണെങ്കിൽ കുപ്പിവള ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ കുറച്ച് കുപ്പിവള മേടിച്ചേക്കാൻ നമ്മൾ കരുതി. അവിടെയാണെങ്കിൽ പല തരത്തിലുള്ള സിംഗിൾ കളറ്, മൾട്ടി കളറ്, പല ഡിസൈൻസിലുള്ള കുപ്പിവളകളെല്ലാം കണ്ടു. അപ്പോൾ അതിൻ്റെ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ച് ഏത് വള വേണമെന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യും നമ്മളവിടെ. ഇവിടെ ആന്ധ്രയിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റിയിലുള്ള കുപ്പിവളകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് വലിയ കാര്യമായിട്ടില്ലെങ്കിലും ആന്ധ്രയിലെ എല്ലാ സ്ത്രീകളും, എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായിട്ടും കുപ്പിവള ഇടാറുണ്ട്. 2 കൈയിലും ഒരുപാട് കുപ്പിവള ഇട്ടാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ നടക്കാറ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ കിട്ടാറൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഇവിടെ നല്ല അഫോർഡബിൾ ആണ്. നമ്മൾ ഒരു ഡസൻ കുപ്പിവളക്കൊക്കെ ആകെ 20 രൂപയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കളറിലുള്ള കുപ്പിവളകൾ വല്യമ്മ എടുക്കുകയും ചെയ്തു. ഇതൊക്കെ ശരി തന്നെ, പക്ഷെ പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്ന ആണുങ്ങളുടെ കാര്യമാണ് ഏറെ കഷ്ടം. അത് വളക്കടയായാലും തുണിക്കടയായാലും ക്ഷമ കെട്ടുപോകും. ഇപ്പൊ തന്നെ 1 മണിക്കൂറായി. മാർക്കറ്റിലെത്തിയപ്പോഴത്തേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ലൈറ്റ്സ് എല്ലാം ഇട്ട് കച്ചവടക്കാരെല്ലാവരും അന്തിക്കച്ചവടം നടത്തുന്ന സമയം. മാർക്കറ്റ് അല്പം വലിപ്പമുള്ളൊരു മാർക്കറ്റാണ്. റോഡിന്റെ 2 സൈഡിലായിട്ടാണ് മാർക്കറ്റ് ഉള്ളത്. അതിൽ വലിപ്പം കൂടിയ ഒരു മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. മിക്കവാറും എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ വിൽപ്പനയ്ക്ക് വരും. ഇവിടെ കൃഷി ചെയ്യുന്ന, ആന്ധ്രയിൽ കൃഷി ചെയ്യുന്ന ടൊമാറ്റോ, വഴുതനങ്ങ, വെണ്ടയ്ക്ക അതൊക്കെ വളരെ സുലഭമാണ്. അതുപോലെ ബീൻസ്, മറ്റ് പയർവർഗ്ഗങ്ങളൊക്കെ സീസണിലൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. ഞാൻ ഈ ടൊമാറ്റോ 10 രൂപ, അതുപോലെ വെണ്ടയ്ക്ക, വഴുതനങ്ങയൊക്കെ കിലോയ്ക്ക് 7 രൂപ ഇങ്ങനെയൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതുപോലെ സവാള അതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. മുളക് നിങ്ങൾക്കറിയാം, ഗുണ്ടൂർ മുളക് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണല്ലോ. അതുപോലെ ഫ്രൂട്ട്സിൽ മാമ്പഴം, വാഴപ്പഴം, ഓറഞ്ച്, പോമോഗ്രാനൈറ്റ്, പേരയ്ക്ക ഇവയൊക്കെ ഇവിടെ സുലഭമാണ്. ഈ ടൈപ്പ് വെള്ളരി നമ്മുടെ അവിടെ കിട്ടുമോ? വെള്ളരിയാണിത്. ഇത്തരത്തിലുള്ള വെള്ളരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ കേരളത്തിലും ഇത് കിട്ടുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. നല്ല റൗണ്ട് ബോളായിട്ട്, ബോളിന്റെ ആകൃതിയിലാണ് വെള്ളരിയൊക്കെ ഉള്ളത്. kg 50 രൂപ, 1 കിലോ 50 രൂപ. അവിടെ എങ്ങനെയാ? കപ്പ കിലോ 50 രൂപയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ സാധാരണ ഇത് കാണാറില്ല. നമ്മൾ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എറണാകുളത്തൊക്കെ ഇത് 30 രൂപ 35 രൂപയാണ് കിലോ വില. ഇത് അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് വിശാഖപട്ടണത്തു നിന്ന് വരുന്നതാണെന്നാണ് പറയുന്നത്. കാണാനായിട്ട് അത്ര വലിയ ഇതില്ല, ചെറിയ കപ്പ, ഒരു നമ്മളെ നീളൻ കപ്പയൊന്നും അല്ല. ഗോംഗ്ര ലീവ്സ് ആണിത്. ഇതിവിടെ ആന്ധ്രയിലെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ്. അല്ല, ഇതുകൊണ്ട് നമ്മൾ ചട്നി ഉണ്ടാക്കും. ഗോംഗ്ര ചട്നി എന്ന് പറഞ്ഞിട്ടേ വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ. അതിൻ്റെ ഈ ഇല കൊണ്ടാണ് അവരുണ്ടാക്കുന്നത്. ചീര എല്ലാ ടൈപ്പും കിട്ടും, പക്ഷേ ഈ ചുവന്ന ചീര മാത്രമാണ് നമ്മളിവിടെ കാണാത്തത് കേട്ടോ.
ഇത് ചൊരയ്ക്ക നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പല ആകൃതിയിലുള്ള ചൊരയ്ക്ക ഇവിടെ കാണും. ഇതാ ഒരു പക്ഷേ നമ്മൾ കേരളത്തുകാർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ ആന്ധ്രയിൽ വന്നതിന് ശേഷം. ഇത് പനങ്കരിക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ പനങ്കരിക്കിൻ്റെ സ്പ്രൗട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് പനങ്കരിക്ക് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മുളച്ചു വരുന്ന ആ മുള അവരെടുത്തിട്ട് ചുട്ടെടുക്കും, തീയിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നതാണ് അവർ ഈ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇത് ആന്ധ്രയിൽ വളരെ ആളുകളെല്ലാം കഴിക്കുന്ന ഒരു സാധനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലേഡി നമുക്കതൊന്ന് കാണിച്ചു തരികയായിരുന്നു. അതിൻ്റെ പുറന്തോടൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ജസ്റ്റ് നമുക്ക് കഴിക്കാം എന്നാണ് പറയുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിച്ചാൽ നല്ല രസമുണ്ട്. ഓക്കെ, നമ്മളിത് കഴിച്ചപ്പോൾ ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത്, നമുക്ക് ചെറിയൊരു ചവർപ്പും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് നല്ലതാണെന്ന് പറയുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബറാണ് ഇത് എന്ന് പറയുന്നു കേട്ടോ. ഇത് ഒരു കെട്ടിന് 20 രൂപ, 2 കെട്ട് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ 30 രൂപ. അങ്ങനെയാണ് അവരത് വിൽക്കുന്നത്. ഒരു കെട്ടിനകത്ത് എനിക്ക് തോന്നുന്നത് 6-7 കിഴങ്ങുകൾ ഉണ്ടാകും. ആന്ധ്രയിൽ പലതരത്തിലുള്ള മുളകുകൾ നമുക്ക് കിട്ടും. പച്ചമുളക്, അത് എരിവുള്ളത്, അതുപോലെ എരിവില്ലാത്തത്, നീളൻ മുളക്, ഉണ്ടമുളക്, അതുപോലെ ബജ്ജ ഉണ്ടാക്കുന്ന മുളക്, ഗുണ്ടൂർ മുളകൊക്കെ പ്രസിദ്ധമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പലതരത്തിലുള്ള മുളകുകളും നമുക്കിവിടെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. 1/4 കിലോയ്ക്ക് 20 രൂപ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് ഉള്ളത്. കാര്യം ഒരു കൊല്ലമായി ആന്ധ്രയിൽ വന്നിട്ടെങ്കിലും നമുക്കിങ്ങനെ തെലുങ്കൊന്നും നമുക്കും അറിയില്ല ഇവിടെ മാർക്കറ്റിൽ വന്ന് ചോദിച്ച് മേടിക്കാനൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ മോളുണ്ട്, പിന്നെ നമ്മുടെ പേരക്കുട്ടിയുണ്ട്, ഇവർക്കൊക്കെ തെലുങ്ക് കുറച്ചു കാലം കൊണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം ടൈപ്പ് ബീൻസ് ആണ്. ഇതിന് ചുക്കുടുക്കായി എന്നാണ് പറയുന്നത്, ആന്ധ്രയിൽ പറയുന്നത് ചിപ്പിടുക്കായി എന്നാണ്. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത് രണ്ടും വരുന്നത് വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ ഒരു വെറൈറ്റി. ബീൻസിന്റെ ആ ഒരു ഇതിനകത്ത് വരുന്നതാണ്. ബീൻസ് नहीं है, लेकिन बीन्स की तरफ हाँ मालूम ഹിന്ദി മാലൂം ഹിന്ദി ഹിന്ദി नहीं. ബീൻസ് ധാരാളമായിട്ട് ആന്ധ്രയിൽ കൃഷി ചെയ്യുന്നതാണ്. ആന്ധ്ര എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു 5 മടങ്ങ് വലിയ സ്റ്റേറ്റാണ്. അപ്പോൾ പല ഭാഗത്തുനിന്ന് വരുന്ന ഈ ബീൻസ് കുറച്ച് അല്പസ്വല്പം അതിൻ്റെ രൂപഭേദങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ ആന്ധ്രയിലെ ഈ പച്ചക്കറിയുടെ പേരുകളൊക്കെ കേൾക്കാനായിട്ട് വളരെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ പറയുന്നത് ഈ ഉരുളക്കിഴങ്ങിന് പറയുന്നത് ബംഗാൾ ദുമ്പ, വഴുതനങ്ങയ്ക്ക് വങ്കായ്, പീച്ചിങ്ങയ്ക്ക് ബീരക്കായ്, അതുപോലെ പാവയ്ക്കയ്ക്ക് കാക്രിക്കായ്, കോവയ്ക്കയ്ക്ക് ദൊണ്ടക്കായ, അതുപോലെ മുരിങ്ങായ്ക്ക് മുളകായ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുപോലെ സവാള എന്ന് പറയുകയാണെങ്കിൽ ഉള്ളിപ്പായലു എന്ന് പറയും. ഉള്ളിപ്പായലു, അതാണ് സവാളയുടെ പേര്. സവാളയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ നമുക്ക് ആന്ധ്രയിലെ ചെറിയ ഉള്ളി നമുക്ക് കാണാൻ കിട്ടില്ല കേട്ടോ. ചെറിയ ഉള്ളി വിൽപ്പനയ്ക്ക് ഒരു സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല. അതുപോലെ നേന്ത്രക്കായും ഇവിടെ ആന്ധ്രയിൽ കിട്ടാനില്ല. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ആന്ധ്രയിൽ വന്നിട്ട് കിട്ടാനില്ലാത്തത്. ഫ്രൂട്ട്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആന്ധ്രയിൽ സുലഭമായിട്ട് അല്ലെങ്കിൽ ആന്ധ്രയിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് ഓറഞ്ച്, പോമോഗ്രാനേറ്റ്, അതുപോലെ മാമ്പഴം, പേരയ്ക്ക, വാഴപ്പഴം, ഇവയൊക്കെ. ഇതെല്ലാം ഇവിടെ ധാരാളം കിട്ടും. അതുപോലെ പപ്പായ പഴുത്തത് നമുക്ക് ഇഷ്ടം പോലെ. പപ്പായ പച്ചയ്ക്ക് ഇവിടെ മാർക്കറ്റിൽ കിട്ടാറില്ല, പക്ഷേ പപ്പായ പഴുത്തതൊക്കെ ഇവിടെ ധാരാളം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് 70 രൂപ, 60 എന്ന് പറഞ്ഞാൽ 60 രൂപ. തെലുങ്കിൽ ഈ രൂപ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. 10, 20, 30 എന്നൊക്കെ പറയുന്നത് 10, 20, 30, 40, പിന്നെ 50-ന് 50, അതെ 50, പിന്നെ 60, 70-ന് 70, പിന്നെ 80-ന് 80, 90-ന് 90, പിന്നെ 100-ന് വന്ത. എങ്ങനെയുണ്ട്? മാർക്കറ്റിൻ്റെ വെളിയിൽ തന്നെ ഒരു ഐസ്ക്രീം കട കണ്ടപ്പോൾ സാൻവിക്ക് ഐസ്ക്രീം വളരെ ഇഷ്ടമാണെന്ന് അറിയാം. അതുകൊണ്ട് ചേട്ടൻ നമ്മളെല്ലാവരും കൂടെ ഐസ്ക്രീം കടയിൽ പോയി. ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓൺ ബ്രദർ അല്ല കേട്ടോ, എൻ്റെ വല്യച്ഛൻ്റെ മകനാണ്. ഞങ്ങൾ മൂവാറ്റുപുഴയിലായിരിക്കുമ്പോൾ ഞങ്ങൾ അടുത്തടുത്താണ് താമസിച്ചിരുന്നത്. ചെറുപ്പം മുതലേ വളരെ ആക്റ്റീവാണ്. ഇപ്പോഴും 2 വയസ്സുള്ള പയ്യനാണ് ഈ നിൽക്കുന്നത്. 70 ഒരുപോലെ. അതെ, 72 വയസ്സുള്ള പയ്യനാണ്. 7 വയസ്സ് കൂട്ടിയാൽ മതി. അതെ, അവർ പറയുന്ന കുടിവാട മാർക്കറ്റും അവിടെ മൂവാറ്റ മാർക്കറ്റും ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. മാർക്കറ്റുകളെല്ലാം ഒരുപോലെ തന്നെയാണ്.
പിന്നെ ഇവിടെ കിട്ടാത്തതായിട്ട് ചേട്ടാ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം അല്ലെങ്കിൽ നേന്ത്രക്കായ ഇവിടെ കിട്ടില്ല. ജാക്ക് ഫ്രൂട്ട് ആ ചക്ക കിട്ടും, പക്ഷെ നേന്ത്രക്കായ ഇവിടെ കാണാനേ പറ്റില്ല. പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് ഇവിടെ കാണാനേ പറ്റില്ല. മാർക്കറ്റ്, പാർക്ക്, പിന്നെ NTR സ്റ്റേഡിയം ഇതൊക്കെ തൊട്ട് അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ. ചെറുതായിരിക്കുമ്പോൾ ഇതിലും വലിയ അഭ്യാസങ്ങൾ കാണിച്ചിട്ടുള്ള ആളാണ് പുള്ളിക്കാരി. ഡോക്ടറായപ്പോൾ ഇപ്പോൾ ഭയങ്കര പേടി. എന്നാ വേണ്ട ഇറങ്ങണ്ട. ഇത് കണ്ടപ്പോൾ കൂട്ടത്തിലുള്ള നമ്മുടെ ചെറിയ പയ്യന് എന്തായാലും ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം എന്ന ഒരു വാശിയായി. ഓക്കെ ഇറങ്ങിക്കോ. എന്താ പേടിച്ചിറങ്ങണേ? അതെന്താ പൊന്നെ ഇറങ്ങാൻ പോണത്? ഇവൾക്ക് ചിരി വരും. കുഴപ്പമൊന്നുമില്ല, വീണൊന്നുമില്ല. ഓ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സാൻവി. കണ്ടോ, പിടിക്കുന്ന പോലുമില്ല. കണ്ട മിടുക്കൻ പയ്യൻ. വീഡിയോസൊക്കെ എടുക്കണം കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ കൂടി നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തരികയും ചെയ്തു. പാർക്കിലെ കളികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തൊട്ടടുത്തുള്ള NTR സ്റ്റേഡിയത്തിലോട്ടാണ് പോയത്. സ്റ്റേഡിയത്തിൽ അങ്ങനെ അല്പനേരം കാഴ്ചകളൊക്കെ കണ്ട് കാറ്റും കൊണ്ടൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങുകയായിരുന്നു. വീഡിയോ ഇന്നിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് മാർക്കറ്റ്, പിന്നെ ഐസ്ക്രീം, പിന്നെ ഇപ്പോൾ സ്റ്റേഡിയം, പിന്നെ NTR സ്റ്റേഡിയം ഒക്കെ ആയിട്ട് പാർക്കിൽ പോയി അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ ആയിട്ട് മാറി ഇത്. സത്യത്തിൽ മാർക്കറ്റ് വളരെ കുറച്ചേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തായിരുന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ, കമൻറ്റും കുറച്ച് ഇട്ടേക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് എല്ലാം, അതെ, വീഡിയോ ഒക്കെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ മറ്റ് ഒരു നല്ല രസകരമായിട്ടുള്ള ഇതിലും രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും